ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. 5 പേർക്കെതിരെ കൂടി നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സന്നിധാനത്ത് സ്വർണ്ണപ്പാളികളിൽ SITയുടെ പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്നാണ് വിവരം. ദ്വാരപാലക ശില്പത്തിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിൽ 5 പേർക്കെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇവരുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. 2025 ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊടുത്തുവിടുമ്പോൾ PS പ്രശാന്ത് ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പ്രശാന്തിനെ നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ഹാജരാകാൻ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെയും വൈകാതെ ചോദ്യം ചെയ്യും. കൊടിമര നിർമ്മാണവും വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണമുണ്ടാകും. ശബരിമലയിലെ പഴയ വാതിലുകളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണത്തിന്റെയും അളവ് തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സന്നിധാനത്ത് SIT വീണ്ടും പരിശോധന നടത്തിയത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ദ്വാരപാലക കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയെ സമീപിച്ചിരുന്നു. പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി ഒരു ദിവസത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.